ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊള്ളി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് കൊള്ളി നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ടാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. ഞാനിപ്പോൾ കൊള്ളിയും ബീഫും വെക്കാൻ ബീഫ് കറി വേറെ വേവിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഉച്ചക്ക് കറിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബീഫ് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പമാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യണ്ട. നമ്മൾ വെള്ളം വെക്കുമ്പോഴേ ആവശ്യത്തിനുള്ള വെള്ളം വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതുപോലെ ആ വെള്ളം വറ്റി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കറിയുടെ കുറച്ച് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഒക്കെ നോക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് അതൊക്കെ കറക്റ്റാണെങ്കിൽ കുറേ വേവിക്കണം എന്നില്ല. കൊള്ളി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബീഫ് അധികം വേവാനില്ല. ബീഫ് നമ്മൾ ഓൾറെഡി കറി വെച്ചതാണല്ലോ. പിന്നെ അതിൻ്റെ മേലേക്ക് സവാള ഇതുപോലെ ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ പണി. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സവാളയും മല്ലിയില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നേരം ഫ്ലെയിം ഓണാക്കണ്ട, ഓഫാക്കി വെക്കുക. ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ചെറിയ ചൂടോടുകൂടി കഴിച്ചു നോക്കിട്ടാ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.